എഴുത്ത് ഒരു സമരമാർഗമാണെന്ന് ഡോക്ടർ അംബികാസുധൻ മങ്ങാട്. മാതൃഭൂമി പുസ്തകശാലയിൽ സംഘടിപ്പിച്ച അംബികാസുധൻ മങ്ങാടിന്റെ തോട്ടുംകരപ്പോതി പുസ്തക ചർച്ചയിൽ വായനക്കാരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷത്താണ് എഴുത്തുകാരൻ എക്കാലവും നിലകൊള്ളേണ്ടതെന്നും പ്രതിപക്ഷം എന്നാൽ നീതി കിട്ടാതെ പോകുന്നവരും കഷ്ടപ്പെടുന്നവരും കണ്ണീർ വാർക്കുന്നവരുമാണെന്നും ഡോക്ടർ അംബികാസുധൻ മങ്ങാട് പറഞ്ഞു. തന്റെ തോട്ടുംകരപ്പോതി പുസ്തക ചർച്ചയിൽ വായനക്കാരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ചർച്ച നടക്കുമ്പോൾ അവിടെ അഹാൻ എന്ന് പറയുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി, ആ കുട്ടി എന്നെ കുറച്ചു കാലമായിട്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നന്നായിട്ട് വായിക്കുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, കഥാകൃത്തുക്കളുണ്ട്, കവികളുണ്ട്, നല്ല വായനക്കാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് വലിയ സന്തോഷമുള്ള, അതിനപ്പുറം സന്തോഷമുള്ളൊരു വേറൊരു കാര്യമില്ല. മനുഷ്യന്റെ എക്കാലത്തെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞു. മാജിക്കൽ റിയലിസ്റ്റിക്കിന്റെ ഒരു മലബാർ വേർഷൻ എന്ന അംബികാസുധൻ മങ്ങാടിന്റെ കഥകളെ പറയാവുന്നതാണ്. ചർച്ച നയിച്ച കേന്ദ്ര സർവകലാശാല മലയാളം വിഭാഗം മേധാവി ഡോക്ടർ ആർ ചന്ദ്രബോസ് പറഞ്ഞു. കാഞ്ഞങ്ങാട് മാതൃഭൂമി പുസ്തകശാലയിൽ നടന്ന ചർച്ചയിൽ മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ ഇ.വി. ജയകൃഷ്ണൻ അധ്യക്ഷനായി. കവി ദിവാകരൻ വിഷ്ണുമംഗലം, ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ, എഴുത്തുകാരൻ പത്മനാഭൻ ബ്ലാത്തൂർ, യുവകഥാകൃത്ത് വി.എം. മൃദുൽ, സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, ഗോപകുമാർ നെല്ലിയടുക്കം, അശ്വിനി ഐങ്ങോത്ത്, രാജേഷ് കരിപ്പാൽ, അനിരുദ്ധ്, ഗണേശൻ അയരോട്ട്, കെ പ്രദീപ് കുമാർ, അനീഷ് വെങ്ങാട്ട്, മാതൃഭൂമി ബുക്സ് പ്രതിനിധികളായ എം സതീഷ് കുമാർ, എം സുനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.